Hey, hello, Assalamu alaikum, I'm Islam Muhammad. Can you really change your life in just 50 days? 50 ഡേയ്സ് കൊണ്ട് എൻ്റെ ലൈഫിൽ എന്ത് ചേഞ്ച് ഉണ്ടാവാനാണ്? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്നും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 50 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഇതെങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിന് നമുക്കൊരു പ്രോജക്റ്റ് 50 എന്ന് വിളിക്കാം. ഈ പ്രോജക്റ്റ് 50 നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിനെയും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെയും നിങ്ങളുടെ കൺസിസ്റ്റൻസിനെയൊക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാരക്ടറിലും നിങ്ങളുടെ ഡെയിലി റൊട്ടീനിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ. ഇതിന് സിമ്പിളായിട്ടങ്ങ് നടക്കത്തൊന്നുമില്ല. നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം ആൻഡ് നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വേണം, ഞാനിത് ചെയ്യും എന്നുള്ളതിന്. ഇതിന് നമുക്കൊരു 7 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയ്ക്കാം. സിമ്പിളാണ് കേട്ടോ. വേക്കപ്പ് ഏർലി. നേരത്തെ എണീക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നടക്കത്തില്ല. എന്നാലും നിങ്ങളിപ്പോൾ രാവിലെ എണീക്കുന്നതിൽ നിന്നും കുറച്ച് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. ഡിസ്ട്രാക്ഷൻ ഫ്രീ മോർണിംഗ് റൊട്ടീൻ. നിങ്ങൾക്കൊരു മെഡിക്കേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആൻഡ് വർക്കൗട്ട് എവറി ഡേ. എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ യോഗ ചെയ്യാം, മെഡിക്കേഷൻ ചെയ്യാം. നാട്ടിലാണെങ്കിൽ നമുക്ക് ജിമ്മിൽ പോവാം. അതുപോലെ ഒരു നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ലേണിംഗ് ഓർ റീഡിംഗ് റൊട്ടീൻ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈക്കോളജി ഓഫ് മണി, റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഗുഡ് അറ്റോമിക് ഹാബിറ്റ്സ്, ഇതുപോലത്തെ ബുക്കുകളൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലത്തെ ബുക്ക്സ് വായിക്കുമ്പോൾ നിങ്ങളുടെ ലേണിംഗ് സ്കിൽ ഇമ്പ്രൂവ്ഡ് ആവും ആൻഡ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറുകയും ചെയ്യും. അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ മലയാളം നോവൽസ് ആവാം, അതുപോലെ എന്തെങ്കിലും ഒരു ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈറ്റ് ക്ലീൻ. വാരി വലിച്ച് തിന്നിരുന്ന കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ബോഡിക്ക് വേണ്ട മെറ്റാബോളിസത്തിനുള്ളത് കഴിക്കാൻ ശ്രമിക്കുക. ആൻഡ് എപ്പോഴും നമ്മുടെ ഒരു BMR ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആൻഡ് 1 hour ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിക്കാം, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം 1 മണിക്കൂർ. ആൻഡ് ട്രാക്ക് യുവർ പ്രോഗ്രസ് ഇൻ എ ജേർണൽ. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ നിങ്ങളൊരു നോവൽ നിങ്ങളൊരു ജേർണലിൽ അതൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ജേർണൽ കാണുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറാൻ ശ്രമിക്കും. ആൻഡ് ഇതൊക്കെ പറയും ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ 7 റൂൾസേ ഉള്ളൂ. പക്ഷെ കൺസിസ്റ്റൻ്റ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ ഡെവലപ്പ് യുവർ ഡിസിപ്ലിൻ. അതിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെയാണ് നിങ്ങളുടെ day 1. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനും കൂടാവേ. ബൈ.